ഒരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറണം. അതല്ലാത്തടത്തോളം ഈ കാര്യങ്ങൾ തുടരും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം BJPക്ക് ഫണ്ട് വന്നു, ആ ഫണ്ട് അവർ തന്നെ അടിച്ചു മാറ്റി. അതിലൊന്നും വലിയ പുതുമയില്ല, നാട്ടുകാർക്ക് അതിൽ വലിയ താല്പര്യമൊന്നുമില്ല. അത് അടിച്ചു മാറ്റിയെങ്കിൽ അവർക്ക് കിട്ടി, അത്രയും നന്നായി എന്നേ ആൾക്കാർ വിചാരിക്കും. BJPക്കാർ പോലും അങ്ങനെ വിചാരിക്കുള്ളൂ. ഏതായാലും ആറ്റി പോണ പൈസയാണ്, ആർക്കിലേക്ക് കിട്ടട്ടെ എന്നേ വിചാരിക്കുള്ളൂ. പ്രശ്നം അതല്ല സൈഫു. BJPയെ തോൽപ്പിക്കാൻ കഴിയാത്തത് BJPയുടെ സംഘടനാ സംവിധാനവും BJPക്കുള്ള ജനപിന്തുണയും കൊണ്ട് മാത്രമല്ല. ദേ ഹാവ് എനോർമസ് മണി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രയാഗ്രാജിൽ രാഹുൽ ഗാന്ധി പ്രസംഗിക്കുകയാണ്. 140 കോടി രൂപയാണ് 2014 BJPയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത് 10,000 കോടി രൂപയാണ്. 10,000 കോടി എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിലുള്ള പൈസയാണ് കേട്ടോ. BJPയുടെ ഔദ്യോഗിക അക്കൗണ്ടിലുള്ള പൈസയാണ് ഈ 10,000 കോടി രൂപ എന്ന് പറഞ്ഞത്. 10,000 കോടി എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക സൈഫു. ഇന്ത്യയുടെ ഹെൽത്ത് ബഡ്ജറ്റ്, ഇന്ത്യയുടെ യൂണിയൻ ഗവൺമെൻറ് ഹെൽത്ത് ബഡ്ജറ്റിൻ്റെ 5 ഇരട്ടിയാണ്. കേന്ദ്ര സർക്കാർ ചിലവാക്കുന്ന ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ബജറ്റ് വിഹിതത്തിൻ്റെ 5 ഇരട്ടിയാണ് അവരുടെ ഔദ്യോഗിക അക്കൗണ്ടിൽ ഇപ്പോൾ ഉള്ള പണം. ഈ പണമൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? ഇലക്ട്രൽ ബോണ്ട് വഴി മാത്രം വന്നതാണോ? സംഭാവന നൽകിയത് മാത്രമാണോ? ഇലക്ട്രൽ ട്രസ്റ്റുകൾ കൊടുത്ത പണമാണോ? 10,000 കോടി അവരുടെ മെയിൻ അക്കൗണ്ടിൽ കിടക്കുകയാണ്. ഈ BJPയുടെ ഓഫീസുകളിൽ പോകണം. ഞാൻ 2021 മധ്യപ്രദേശ് ഇലക്ഷനിൽ ഭോപ്പാലിൽ പോയപ്പോൾ നമ്മളവിടെ BJPയുടെ ഓഫീസിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു സാധാരണ പാർട്ടി ഓഫീസ് ഉണ്ടാവും, കുറച്ച് വിശാലമായ ഒരു പാർട്ടി ഓഫീസ് ഉണ്ടാവും. അപ്പോൾ അവിടെയാണ് നേതാക്കളൊക്കെ വരിക, കൊടിതോരണങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ മാധ്യമങ്ങൾക്ക് നേതാക്കളെ കാണണമെങ്കിൽ അവിടെയല്ല കാണുന്നത്. തൊട്ടപ്പുറേ ഒരു 5 നക്ഷത്ര ഹോട്ടലിനെ വെല്ലുന്ന ഒരു ബഹുനില കെട്ടിടം ഉണ്ടാവും. ആ കെട്ടിടത്തിലാണ് പാർട്ടിയുടെ സംവിധാനങ്ങൾ മുഴുവൻ പ്രവർത്തിക്കുക. മറ്റൊരു ഷോ പീസ് മാത്രമാണ്. പരമ്പരാഗതമായ ഭോപ്പാലിലെ BJPയുടെ പാർട്ടി ഓഫീസാണ് അത്. അതെല്ലാവർക്കും അറിയാം, ഒരു ലാൻഡ്മാർക്കാണ്. തൊട്ടപ്പുറേ ഒരു 5 നക്ഷത്ര ഹോട്ടൽ, ഒരു 10-25 നിലയുള്ള വലിയൊരു ബൃഹത് മന്ദിരം. അതിനകത്ത് നിന്ന് നമ്മളൊരു കോർപ്പറേറ്റ് ഓഫീസിലേക്ക് കയറി ചെല്ലുന്ന ഫീലാണ്. അവിടെയാണ് മന്ത്രിമാർ വരിക, കേന്ദ്രമന്ത്രിമാർ വരിക, നേതാക്കന്മാർ മാധ്യമങ്ങളെ കാണുക, അവരുടെ സോഷ്യൽ മീഡിയ വിങ് പ്രവർത്തിക്കുക, അവരുടെ ഫൈനാൻസ് സംവിധാനങ്ങൾ പ്രവർത്തിക്കുക, എല്ലാം അതിനകത്താണ്. ഇതൊക്കെ എവിടെ നിന്നാണ് കാര്യം? ഇപ്പോൾ RSS നാഗ്പൂരാണുള്ള ആസ്ഥാനം. നമ്മളെപ്പോഴും നാഗ്പൂരിൽ നിന്നുള്ള ഉത്തരവെന്ന് പറയുമല്ലോ. ഇപ്പോൾ RSSൻ്റെ ആസ്ഥാനം ഡൽഹിയിലാണ്. ഡൽഹിയിൽ RSSൻ്റെ ഇപ്പോഴത്തെ ആസ്ഥാനം കാണണം. ഒരു താജ് വിവാൻ്റെയോ അല്ലെങ്കിൽ ലീല ഷെറാട്ടണോ എന്നൊക്കെ പറയുന്ന പോലെ ഒരു 5 നക്ഷത്ര ബിൽഡിങ്ങാണ്. ഈ പണമൊക്കെ എവിടെ നിന്നാണ്? അതാണ് അരവിന്ദ് കെജ്രിവാൾ പറയുന്നത്. അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും പറയുന്നുണ്ടല്ലോ, നോട്ട് നിരോധനം കേവലമായൊരു മണ്ടത്തരമല്ല, അത് ലോകം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇഷ്ടംപോലെ പൈസ ഇരിക്കുകയാണ്. ഈ പൈസ എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്യണ്ടേ? അപ്പോൾ ഒരിക്കലും അധികാരത്തിൽ വരാൻ സാധ്യതയില്ലാത്ത സംസ്ഥാനത്ത് പോലും 300-400 കോടി രൂപ ഒഴുക്കുകയാണ്. ഈ എത്ര കോടിയും എത്ര തോരണം എത്ര മോതിര ഫ്ലെക്സും വയ്ക്കും? ഇപ്പോൾ കൊടിക്ക് വ്യാജ ബില്ലുണ്ടാക്കി കാശുണ്ടാക്കി എന്ന് പറയണ്ടല്ലോ. ഇത് എവിടെ കൊണ്ടേ തൂക്കും? കാശ് ചിലവാക്കണ്ടേ? അപ്പോൾ അവരെ കുറേ അടിച്ചു മാറ്റട്ടെ, അവർ രക്ഷപ്പെടട്ടെ. ഇപ്പോൾ S സുരേഷിനെതിരെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആരോപണം ഈ കോർ കമ്മിറ്റിയിൽ ഉയർന്നിട്ടുള്ളത്. സുരേഷൊക്കെ കുറേ കഷ്ടപ്പെടാണ് BJP, കുറേ കാശുണ്ടാകട്ടെ. അല്ലാണ്ട് പൊതുസമൂഹത്തിൽ എന്താ പറയാൻ? ഞാൻ ഇത് രോഷത്തോടെ പറഞ്ഞു. എൻ്റെ കാരണം എന്താ അറിയോ? ഈ ഫണ്ട് വിവാദം വന്നിട്ട് ഒരു പരാതി കോൺഗ്രസ്സോ CPMോ പോലീസ് കൊടുത്തോ? BJP കൊടുത്തു കേട്ടു അല്ലേ? BJP ഒരു പരാതി ഞാൻ കണ്ടുകൊടുത്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. ആ പരാതിയിൽ അന്വേഷണം ഉണ്ടായിരുന്നോ ഒന്നും അറിയില്ല. കോൺഗ്രസിനും CPMനും ഒരു പരാതി വേണ്ട. ഇത് കള്ളപ്പണമല്ലേ വന്നിട്ടുള്ളത്? ചാക്ക് കെട്ടിൽ നോട്ട് വെച്ചിട്ട് സെൽഫി എടുക്കുകയാണ്. അത് കള്ളപ്പണമെന്നുള്ള ഉറപ്പാണല്ലോ. ഒരു പരാതി എഴുതി കൊണ്ടേ, ഒരു FIR ഇടണ്ടേ? ആർക്കും ഒരു പരാതിയില്ല. പിന്നെ നാട്ടുകാർക്കും മാധ്യമങ്ങൾക്കും എന്ത് പരാതി? ആശുണ്ടാകട്ടെ, ആൾക്കാർ നന്നായിട്ട് ജീവിക്കട്ടെ എന്നേ പറയാനുള്ളൂ.